ഹായ്, എൻ്റെ പേര് അഞ്ജന. നമ്മൾ കഴിഞ്ഞ തവണ ഒരു ബി.പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇത്തവണ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കേട്ടിട്ടുണ്ടോ? വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ വൈറ്റ് കോട്ടിന് ബി.പി കൂടുന്നതല്ല, വൈറ്റ് കോട്ട് കണ്ടിട്ട് കാണുന്നവർക്ക് ബി.പി കൂടുന്നതാണ് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ. വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ചില പേഷ്യൻസ് വരുമ്പോൾ പറയാറുണ്ട്, എനിക്ക് വീട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇത്ര ബി.പി ഇല്ലല്ലോ, ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്താ ഇത്ര ബി.പി, നിങ്ങളുടെ മെഷീന് വല്ല കംപ്ലൈന്റും ഉണ്ടാകും. മെഷീന്റെ കുഴപ്പമൊന്നും ആയിരിക്കില്ല, കാരണം നമ്മൾ ഹോസ്പിറ്റലിലെ മെഷീൻ എന്നും ചെക്ക് ചെയ്യുന്നതാണ്. പലപ്പോഴും പേഷ്യൻസ് വരുന്ന സമയത്ത് ജോലി കഴിഞ്ഞിട്ടോ, നമ്മുടെ ദുബായിൽ തന്നെ നമുക്കറിയാം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഓടിക്കയച്ച് വരികയായിരിക്കും. അപ്പോൾ ആ സമയത്ത് മിക്കവാറും സ്ട്രെസ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ച് തന്നെ ബി.പിയിൽ വ്യത്യാസം വരാൻ കാര്യമുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലും ഹോസ്പിറ്റലും ചെക്ക് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ, ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തന്നെ പലരും ടെൻഷൻ അടിച്ചുകൊണ്ടാണ് വരിക. എന്തായിരിക്കും ടെസ്റ്റ് റിസൾട്ട്, എന്തായിരിക്കും ഡോക്ടർ പറയാൻ പോവാന്ന്. അപ്പം തന്നെ ബി.പിയിലെ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ഡോക്ടറെ കാണാൻ വരേണ്ടത്. അപ്പം നിങ്ങളുടെ എല്ലാ വർക്കും ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് അപ്പോയിൻമെന്റ് ടൈമിന് എത്താൻ ശ്രമിക്കുക. അയ്യോ ഞാൻ ലേറ്റ് ആയി പോയില്ല എന്ന് കരുതിയിട്ട് ഓടിക്കയച്ച് വന്ന് നമ്മൾ ബി.പി കൂട്ടേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബി.പി എടുക്കുന്നതിന്റെ കുറച്ച് മുന്നേ കഫീന് അതുപോലെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ തന്നെ മാറ്റി വെക്കുക. അത് നമ്മുടെ ബി.പി നോർമൽ ആക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ബ്ലഡ് പ്രഷർ ഗുളിക കഴിക്കാത്ത ആളുകളാണെങ്കിൽ, ഇത് കാരണം ബി.പി കൂടുന്ന ആളുകളാണെങ്കിൽ നമുക്കത് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. പല പേഷ്യൻസും പറയാറുണ്ട്, നമുക്ക് കൂടെയുള്ള സ്റ്റാഫ് കംഫർട്ടബിൾ അല്ല, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്നില്ല എന്ന്. നിങ്ങൾ അങ്ങനെ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ അറിയിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് നിങ്ങൾക്ക് തുടരാം. കാരണം പലപ്പോഴും ഈ ടെൻഷനായിട്ട് വരുന്ന ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ നല്ല കൂളായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വേണം. അപ്പോൾ നിങ്ങൾക്ക് അവരെ അറിയിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത്, പലരും റിപ്പോർട്ട് റിവ്യൂവിനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ആ സമയം എന്തായിരിക്കും എൻ്റെ റിപ്പോർട്ട്, നോർമൽ ആയിരിക്കുമോ, അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഞാൻ ഭാവിയിലേക്ക് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴേ ടെൻഷൻ അടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ശരിയാണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, നമുക്കും പറയാൻ പറ്റില്ല എന്തായിരിക്കും റിപ്പോർട്ടിലെന്ന്. പക്ഷേ ഇതുപോലെ ഇത് ആലോചിച്ചടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബി.പി കുത്തനെ കൂടും. അതുകൊണ്ട് മീൻസ് ബി കംഫർട്ടബിൾ, എപ്പോഴും കൂളായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു കാരണം കൊണ്ടുണ്ടാവുന്ന ബി.പി കൺട്രോൾ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ബി.പി ചെക്ക് ചെയ്യുമ്പം നോർമലായിട്ടും ഹോസ്പിറ്റലിലേക്ക് വരുമ്പം സ്റ്റാഫിനെയോ ഡോക്ടറോ അവരാരും ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരെ കാണുമ്പോഴോ കൂടുന്ന ബി.പി ആണ് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നോർമലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.